आज मैं प्रेमचंद की कहानी बूढ़ी काकी का सारांश बताऊंगी। कहानी सम्राट प्रेमचंद का जन्म वाराणसी के पास ലമഹി നാമക് ഗാവ് മേം ഹുവാ താ. കഹാനി സമ്രാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഉപന്യാസ സമ്രാട്ട് എന്ന പേരിലും അറിയപ്പെടുന്നതാണ്. സമ്രാട്ട് എന്ന വാക്കിനർത്ഥം ചക്രവർത്തി എന്ന. അപ്പം ഉപന്യാസ സമ്രാട്ട് അല്ലെങ്കിൽ കഹാനി സമ്രാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രേംചന്ദ് ജനിച്ചത് വാരാണസിയിലെ ലമഹി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഉൻക അസലി നാം ധൻപദറായ് താം. അസലി നാം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പേര്, യഥാർത്ഥ പേര് ധൻപദറായ് എന്നായിരുന്നു. ഉൻക ബച്പൻ കഠിൻ സംഘർഷം സെ ബീത്ത് ഗയ. അദ്ദേഹത്തിൻ്റെ ബച്പൻ കുട്ടിക്കാലം വളരെയധികം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു, സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഉനോനെ പഹലെ ഉർദു മേം രചനായെ ലിഖന ശുരു കിയ, ബാദ് മേം ഹിന്ദി മേം. അദ്ദേഹം ആദ്യം ഉറുദു ഭാഷയിലാണ് രചനകൾ എഴുതാൻ ആരംഭിച്ചത്. അതിനുശേഷമാണ് ഹിന്ദിയിലേക്ക് രചനകൾ എഴുതി തുടങ്ങിയത്. ഉൻക കഹാനി സംഗ്രഹ് ഹെ മാൻസരോവർ. അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ് മാൻസരോവർ. ഉൻകി ലഗ്ഭഗ് 300 കഹാനിയോं में पंचपरमेश्वर, नमक का दारोगा, बूढ़ी काकी, ईदगाह, नशा, शतरंज के खिलाड़ी, पूस की रात, कफन ആദി പ്രമുഖ हैं. അദ്ദേഹം എഴുതിയ 300 കഥകളിൽ അതിൽ പഞ്ചപരമേശ്വർ എന്ന പേര്, നമക്ക ദാരോഗ, ബൂഢി കാക്കി, നശ, ശതരഞ്ച് കെ ഖിലാഡി ഇങ്ങനെയുള്ള സ്റ്റോറീസ് പ്രധാനപ്പെട്ടതാണ്. इनमें बूढ़ी काकी वृद्धजनों की उपेक्षा एवं तिरस्कार से उत्पन्न मानवीय संवेदनाओं की कहानी है. ഇതിൽ നമ്മൾ പഠിക്കാനുള്ള ബൂഢി കാക്കി എന്നുള്ള കഥ, അതിൽ വൃദ്ധജനങ്ങൾക്ക് ഇന്ന് ഉപേക്ഷ, തിരസ്കാരം ആണ്, തിരസ്കരിക്കുകയാണ് ജനങ്ങൾ, അവരുടെ ബന്ധുക്കൾ. അതുകൊണ്ടുണ്ടാകുന്ന മാനവീയ സംവേദന എന്ന് പറഞ്ഞാൽ മാനുഷികമായ ഒരു മനോവികാരത്തിൻ്റെ കഥയാണ് നമുക്കിവിടെ പഠിക്കാൻ പോകുന്നത്. ഇനി കഹാനി കാ പ്രമുഖ പാത്ര ഹേ ബൂഢി കാക്കി. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബൂഢി കാക്കി. ബൂഢി കാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബൂഢ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ, വൃദ്ധനായ. അപ്പോൾ ബൂഢി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ത്രീലിംഗമാണ്. വൃദ്ധയായ. കാക്കി എന്ന് പറഞ്ഞാൽ ഇളയമ്മ. കാക്ക ഇളയച്ചൻ, കാക്കി ഇളയമ്മ. അപ്പോൾ അതായത് ബൂഢി കാക്കി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമാണ് വൃദ്ധയായ ഇളയമ്മ എന്നാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബൂഢി കാക്കി. വേ അപ്ന പതി और बेटों की मृत्यु के बाद भतीजा ബുദ്ധിരാം കെ ഘർ രഹിനെ ലഗി. അവർ ബൂഢി കാക്കി അവർ എന്ത് ചെയ്യുകയാണ്? അവരുടെ പതി മരിച്ചുപോയി, അതുപോലെ മക്കളുണ്ടായിരുന്നു, ബേട്ടയുണ്ടായിരുന്നു, അവരും മരിച്ചുപോയി. അതിനുശേഷം ഭതീജ ബുദ്ധിരാം കെ ഘർ രഹിനെ ലഗി. ഭതീജ എന്ന് പറഞ്ഞാൽ സഹോദര പുത്രൻ, ഏട്ടൻ്റെ മകനാണ്. മകൻ്റെ പേരാണ് ബുദ്ധിരാം. അവരുടെ വീട്ടിലാണ് താമസിക്കാൻ തുടങ്ങിയത്. ഉനോനെ അപ്നി സാരി സമ്പത്തി ഭതീജെ കെ നാം ലിഖ് ദി. അവർ ബൂഢി കാക്കി എന്ത് ചെയ്തു? അവരുടെ എല്ലാ സമ്പത്തും ഭതീജയുടെ പേരിൽ, സഹോദരപുത്രൻ്റെ പേരിലേക്ക് എഴുതി വെച്ചു. സമ്പത്തി മിൽനെ കെ ബാദ് ബുദ്ധിരാം കെ വ്യവഹാർ മേം ബദലാവ് ആയ. സമ്പത്തിയൊക്കെ കിട്ടി, സ്വത്തും പണവും എല്ലാം ലഭിച്ചതിന് ശേഷം ബുദ്ധിരാമിൻ്റെ വ്യവഹാർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, പെരുമാറ്റത്തിൽ ബദലാവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, പെരുമാറ്റം ആകെ മാറി. ബൂഢി കാക്കി കോ ഭർപേട്ട് ഭോജൻ ബി കഠിനായി സെ മിൽത്താ താ. ബൂഢി കാക്കിക്ക് ഭർപേട്ട്, ഭർ എന്ന് പറഞ്ഞാൽ നിറച്ചും എന്നാണ്, പേട്ട് വയറ് നിറച്ചും, ഭോജൻ ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായി. ബുദ്ധിരാം കി പത്നി കാ നാം ഹേ രൂപ. ബുദ്ധിരാമിൻ്റെ പത്നിയാണ് രൂപ. രൂപ എങ്ങനെയുള്ളവളാണ്? രൂപ ബി ഉൻകെ സാത്ത് ബഹുത്ത് ബുരാ വ്യവഹാർ കർത്തി തി. രൂപയും അവരോട് ഭയങ്കര മോശമായ രീതിയിലാണ് പെരുമാറിയിരുന്നത്. വ സ്വഭാവ് സെ തീവ്ര ഹി സഹി പർ ഈശ്വർ സെ ഡർത്തി തി. പക്ഷേങ്കിൽ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം മോശമാണെങ്കിലും അവൾക്ക് ഈശ്വരനോട് പേടി ഉണ്ടായിരുന്നു.
लेकिन बुद्धिराम की बेटी ലാഡിലി ബൂഢി കാക്കീസെ ബഹുത്ത് പ്യാർ കർത്തി തി. ബുദ്ധിരാമിൻ്റെ മോളുടെ പേരാണ് ലാഡിലി. അവൾ ബൂഢി കാക്കിയോട് സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. രാത് കാ സമേത, ഒരു ദിവസം രാത്രി സമയമായിരുന്നു. ബുദ്ധിരാം കെ ദ്വാർ പർ ഷഹനായി ബജി രഹി തി. ഷഹനായി എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. ബുദ്ധിരാമിൻ്റെ വീട്ടിൽ വാതിൽക്കൽ ഷഹനായി ഷഹനായി ഇങ്ങനെ വാദ്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിരാം കെ ബഡേ ബേട്ടെ മുഖരാം കാ തിലക് താ. ഇങ്ങനെ ഒരു ആഘോഷമാണ് അവിടെ നടക്കുക. എന്താണ് ആഘോഷം? ബുദ്ധിരാമിൻ്റെ ബഡേ ബേട്ടെ മുഖരാം കാ, മൂത്തമോനായ മുഖരാം, അവൻ്റെ തിലകക്കുറിയാണ്. അന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ആഘോഷമാണ് നടക്കുന്നത്. ഇസ്മേം ഭാഗ് ലേനെ കെ ലിയെ കൈ മെഹമാൻ ആയേത്തേം. ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി കുറേ മെഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥി, ഗസ്റ്റ് വന്നിരിക്കുകയായിരുന്നു. घर के भीतर स्त्रियां गा रही थी और रूपा मेहमानों के लिए भोजन बनाने में व्यस्त थी. അകത്ത് കുറേ സ്ത്രീകൾ പാട്ട് പാടുകയും രൂപയാണെങ്കിലോ അതിഥികൾക്കൊക്കെ ഗസ്റ്റിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ ആണ്. വ്യസ്ത എന്ന് പറഞ്ഞാൽ ബിസി, അവൾ ഭയങ്കര ബിസിയാണ് രൂപ. ഏക് കടാഹ് മേം പൂടിയാം കച്ചൗടിയാം और दूसरे में अन्य पकवान बनते थे. ഒരു കടാഹ് ഒരു ചീനച്ചട്ടിയിൽ കടാഹിൽ പൂടിയാം, പൂടി എന്ന് പറഞ്ഞാൽ പൂരി എന്ന് തന്നെയാണ്. പൂരി കച്ചൗടി എന്ന് പറഞ്ഞാൽ പൂരി എന്നും പറയും, പലഹാരങ്ങൾക്കും എല്ലാം പറയും കച്ചൗടിയാം. അപ്പോൾ പൂരി ഉണ്ടാക്കുന്നു. അവർ ദൂസരേമേ അന്യ പക്വാൻ എന്ന് പറഞ്ഞാൽ പലഹാരം, പക്വാൻ. അപ്പോൾ മറ്റുള്ള പലഹാരങ്ങളും ഉണ്ടാക്കുകയാണ്. അജവായിൻ और इलायची की महक घर के अंदर तक फैल रही थी. അജവായിൻ നമ്മൾ വേറൊരു സ്റ്റോറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അജവായിൻ എന്നത് ഫൂലോം കാ കുർത്ത എന്ന സ്റ്റോറിയിൽ പഠിച്ചിട്ടുണ്ട്. അജവായിൻ എന്ന് പറഞ്ഞാൽ അയമോദകവും ഇലായച്ചി എന്ന് പറഞ്ഞാൽ കാർഡമം, ഏലക്കായുടെയും മഹക് എന്ന് പറഞ്ഞാൽ സുഗന്ധം. അപ്പോൾ ഈ വസ്തുക്കളുടെ എല്ലാം സുഗന്ധം വീടിനകത്ത് വരെ പരക്കുകയാണ്. ബൂഢി കാക്കി കേലിയെ ഭോജൻ നഹി മില. ബൂഢി കാക്കിക്കാണെങ്കിലോ ഭക്ഷണം ഇത്രയും സമയമായിട്ടും ഒന്നും കിട്ടിയില്ല. ഉൻകെ മന്മേം തരഹ് കി ചിന്തായേം ജാഗ് ഉഠി. അവരുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ ഉയർന്നു വരികയാണ്. वे धीरे धीरे रेंगती हुई കടാഹ് കെ പാസ് ജാ ബൈട്ടി. രേങ്കിന എന്ന് പറഞ്ഞാൽ ഇഴയുക, നിരങ്ങി പതുക്കെ നിരങ്ങി കടാഹ് കെ പാസ് ജാ ബൈട്ടി. ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ചീനച്ചട്ടിയുടെ അടുത്ത് വരെ എത്തി. അവർക്ക് നടക്കാൻ പറ്റില്ല, നിരങ്ങിയിട്ടാണ് പോയിരുന്നത്. അച്ചാനക് രൂപാക്കി നസർ ബൂഢി കാക്കി പർ പടി. അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ രൂപയുടെ നോട്ടം ബൂഢി കാക്കിയുടെ മേലെയായി. ഉസ്നേം ബൂഢി കാക്കിക്കോ ഖൂബ് ഡാണ്ട. അപ്പോൾ അത് കണ്ടിട്ട് എന്തിനാ ഇവിടെ വന്നത് വൃദ്ധയായ സ്ത്രീ എന്ന് കണ്ടതുകൊണ്ട് ബൂഢി കാക്കിയെ വളരെയധികം ശകാരിച്ചു. ഡാണ്ടിന എന്ന് പറഞ്ഞാൽ ശകാരിക്കുക, വളരെയധികം ശകാരിച്ചു. कुछ भी कहे बिना निराश होकर रेंगती हुई वे अपनी कोठरी में लौट आई. അതിനുശേഷം ബൂഢി കാക്കി ഒന്നും പറയാതെ നിരാശയായിക്കൊണ്ട് ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ട് നിരങ്ങിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക്, കോഠരി എന്ന് പറഞ്ഞ റൂം, തൻ്റെ മുറിയിലേക്ക് ലൗട്ട് ആന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, എൻ്റെ മുറിയിൽ തന്നെ തിരിച്ചു വന്നു. काफ़ी समय बीत जाने के बाद भी बूढ़ी काकी को बुलाने के लिए कोई नहीं आया. കാഫി സമയം ബീത്ത് ഗയ, കുറേ സമയം കഴിഞ്ഞു. എന്നിട്ടും ബൂഢി കാക്കിക്കോ ബുലാനേക്കില്ലേ, ബൂഢി കാക്കിയെ വിളിക്കുവാൻ വേണ്ടി ആരും തന്നെ വന്നില്ല. ഉസ്കാ മൻ ബേചൈൻ ഹോ ഗയ. അവരുടെ മനസ്സാണെങ്കിൽ ആകെ അസ്വസ്ഥമായി. എനിക്ക് ഭക്ഷണം കിട്ടൂല, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഗസ്റ്റ് എത്ര പേര് വന്നിരിക്കുന്നു, അവരൊക്കെ കഴിച്ചിട്ടും എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ അസ്വസ്ഥമാവുകയാണ്. ആംഗൻമേ സാരേ മെഹമാൻ പത്തലേം ബിച്ചാക്കർ ഭോജൻ കർ റഹേത്തേം. മുറ്റത്ത്, ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് മെഹമാൻ, സാരേ മെഹമാൻ എല്ലാ ഗസ്റ്റും പത്തലേം ബിച്ചാക്കർ, പത്തൽ എന്ന് പറഞ്ഞാൽ ഇല,
ഇല ബിച്ചാക്കർ ബിച്ചാന വിരിക്കുക, ഇല വിരിച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂക്ക് കെ മാരെ ബൂഢി കാക്കി രഹിനഹി സഖി, ഭൂക്ക് കെ കാരൻ വ രഹിനഹി സഖി, ബൂഢി കാക്കിക്ക് ഭയങ്കര വിശപ്പ് കൊണ്ട് നിൽക്കാനേ പറ്റുന്നില്ല. വേ ഉഖഡും ബൈഠकर हाथों के बल सरकती हुई आंगन में भोजन खाने वाले मेहमानों के बीच पहुंच गई. അപ്പം ബൂഢി കാക്കി എന്ത് ചെയ്തു? വേ ഉക്കട്ടും ബൈഠकर, ഉക്കട്ടും ബൈഠിന എന്ന് പറഞ്ഞാൽ നിലത്തിങ്ങനെ പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയും. നിലത്തിങ്ങനെ ഇരുന്നു കൊണ്ട് ഹാത്തോം കെ ബൽപ്പർ, കൈയുടെ ബലത്തിൽ, കൈ കുത്തി കുത്തിയിട്ട് സരക്ക് തീ ഹുയി, സരക്കിന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീങ്ങുക, നിരങ്ങുക. അപ്പം ഇങ്ങനെ നിരങ്ങി നിരങ്ങി കൈ കുത്തി കുത്തി നിരങ്ങി നിരങ്ങിയിട്ട് ഭോജൻ ഖാനേ വാലെ മെഹമാനോം കെ ബീച്ച്, ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന അതിഥികളുടെ ഇടയിലേക്ക് എത്തി. കൈ ആദ്മി ചൗങ്കർ ഖടേ ഹോഗേ, അവിടെ ഉണ്ടായിരുന്ന കുറേ മനുഷ്യന്മാർ അവരൊക്കെ എന്ത് ചെയ്തു? ചൗങ്കർ, ചൗങ്കിന എന്ന് പറഞ്ഞാൽ ഞെട്ടുക. അവർ ഞെട്ടി എല്ലാവരും എഴുന്നേറ്റ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്നും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. വേ പുക്കാറിനെ ലഗേക്ക് യേ ബുഡിയ കോൻ ഹേ, അവർ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. യേ ബുഡിയ കോൻ ഹേ, ഈ വൃദ്ധ ആരാണ്? യേ കഹാംസി ആകെ, ഇവർ എവിടെ നിന്നാ വന്നത്? ദേഖോ കിസിക്കോ ചൂ ന ദേം, ആരെയും തൊടല്ലേ തൊടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ മാറി നിൽക്കുകയാണ്. बुद्धिराम ने काकी को देखते ही क्रोध से उनके दोनों हाथों को पकड़कर घसीटते हुए अंधेरी कोठरी में पटक दिया. അപ്പോൾ ഇത് കണ്ടിട്ട് ബുദ്ധിരാം എന്ത് ചെയ്തു? ബുദ്ധിരാം കാക്കിക്കോ ദേഖത്തേഹി, കാക്കിയെ കണ്ടപ്പോൾ തന്നെ ക്രോധസെ, ദേഷ്യത്തോടെ ഉൻകെ ദോനോം ഹാത്തോം കോ പക്കെടുക്കറ, അവരുടെ രണ്ട് കൈയും പിടിച്ച് വലിച്ചിഴച്ച്, ഗസീട്ടിന എന്ന് പറഞ്ഞാൽ വലിക്കുക, വലിച്ചിഴച്ചുകൊണ്ട് അന്ധേരി കോട്ടരിമേം, ഇരുട്ട് പിടിച്ച ആ മുറിയിലേക്ക് പടക്തിയ, അങ്ങോട്ടേക്ക് തള്ളിവിട്ടു. രാത്രിക്ക് 11 ബജ് ഗയത്യം, അപ്പോൾ അങ്ങനെ സമയം രാത്രിയിൽ 11 മണിയായി കഴിഞ്ഞു. രൂപ ആങ്കന്മേ പടി സോരഹീത്തി, ഗസ്റ്റുകളെല്ലാം പോയി കഴിഞ്ഞു വീട്ടിലേക്ക്, അവരവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ രൂപ എന്ത് ചെയ്യുകയാണ്? ആങ്കന്മേ പടി സോരഹീത്തി, ആങ്കനിൽ തന്നെ, മുറ്റത്ത് തന്നെ അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാഡിലിക്ക് ആങ്കോമേ നീന്ത് ന ആയി, ലാഡിലി എന്ന് പറഞ്ഞാൽ അവരുടെ രൂപയുടെ മോളാണ്. അപ്പോൾ അവൾക്ക് ഉറക്കമേ വന്നില്ല. മാം കോ സോത്താ ഹുവാ ദേഖ്കർ ലാഡിലി चुपके से अपने हिस्से की पूड़ियाँ लेकर काके के पास पहुंची. മാം കോ സോത്താ ഹുവാ ദേഖ്കർ, അമ്മ, അവളുടെ അമ്മ, അതായത് രൂപ ഉറങ്ങുകയാണല്ലോ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ലാഡിലി ചുപ്കേസെ, പതുക്കെ മിണ്ടാതെ, അപ്പിനെ ഹിസ്സേക്ക് പൂടിയാം, ഹിസ്സ എന്ന് പറഞ്ഞ പാർട്ട്, തൻ്റെ ഓഹരി, തനിക്ക് കിട്ടിയതായ ആ ഓഹരിയുടെ പൂടി എന്ന് പറഞ്ഞാൽ പൂരി, അപ്പോൾ ആ പൂരിയും എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ബൂഡി കാക്കിക്ക് പാസ് പഹുഞ്ചി ഗെയിം, അവർ കാക്കിയുടെ, ലാഡിലി ബൂഡി കാക്കിയുടെ അടുത്തേക്ക് എത്തി. കാക്കി ഏക ഹി ക്ഷണമേ സബ് ഖാഗി, എല്ലാം ഒരു നിമിഷത്തിൽ തന്നെ ബൂഡി കാക്കി കഴിച്ചു. അത്രയും ഭയങ്കര വിശപ്പാണ് ബൂഡി കാക്കിക്ക് ഉണ്ടായിരുന്നത്. ലേക്കിൻ ഉൻകി ഭൂക്ക് ന മിട്ടി, എന്നിട്ട് പോലും മുഴുവൻ ഭക്ഷണവും കഴിച്ചിട്ടും ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ് പോയില്ല. उन्होंने लाडली से मेहमानों ने बैठकर भोजन किए स्थान पर ले चलने को कहा. അപ്പം ബൂഡി കാക്കി പറഞ്ഞു ലാഡിലിനോട്, മെഹമാൻ, അതിഥി, ഗസ്റ്റ്സ് അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോയിരുന്ന ആ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുപോകൂ എന്ന് ലാഡിലിനോട് പറഞ്ഞു. അവർ ദൂസരവും കി ജൂട്ടി പത്തലയും ചാട്ടിനെ ലഗി, എന്നിട്ട് ബൂഡി കാക്കി ആ ഭക്ഷണം കഴിച്ച് എല്ലാവരും പോയ വേസ്റ്റ് കളഞ്ഞ സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ജൂട്ടി പത്തലയും എന്ന് പറഞ്ഞാൽ ജൂട്ടാ പത്ത എന്ന് പറഞ്ഞാൽ എച്ചിൽ ഇല, ജൂട്ടി പത്തലയും എച്ചിലായ ഇലകൾ ചാട്ടിനെ ലഗി, ചാട്ടിന എന്ന് പറഞ്ഞാൽ നക്കുക. അപ്പോൾ ബാക്കിയായ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ എച്ചിൽ ആയ സാധനങ്ങൾ അവർ എടുത്ത് തിന്നാൻ തുടങ്ങി. जब रूपा की आंखें खुली तब ब्राह्मणी बूढ़ी काकी को जूठी पतले टटोलते हुए देखकर उसका मन दुख और पश्चाताप से भर गया.
എപ്പോഴാണോ രൂപയുടെ ഉറക്കം ഞെട്ടി കണ്ണുകൾ തുറന്നത്, അപ്പോൾ ബ്രാഹ്മണിയായ ബൂഢി കാക്കി എന്ത് ചെയ്യുകയാണ്? ജൂട്ടി പത്തലേം ടട്ടോൽത്തെ ഹുए देखकर, ജൂട്ടി പത്തലേം ടട്ടോൽത്താഹെ, ടട്ടോൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപ്പുക. ടട്ടോൽത്തെ ഹുए देखकर ബൂഢി കാക്കി जूटी पतलें टटोलती हैं. यह देखकर उसका मन दुख और पश्चाताप से भर गया. ഇത് കണ്ടിട്ട് രൂപയുടെ മനസ്സിൽ ദുഃഖവും പശ്ചാത്താപവും ഉണ്ടായി. എപ്പോഴാണ് പശ്ചാത്താപം ഉണ്ടാവുക? അവരവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അത് തെറ്റാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാലാണ് പശ്ചാത്തപിക്കുക. അപ്പം അങ്ങനെ രൂപക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും അവളുടെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തു. अपने अधर्म और अन्याय के पाप के लिए रूपा ने ईश्वर से क्षमा मांगी. തൻ്റെ അധർമ്മവും അന്യായത്തിൻ്റെയും പാപം കൊണ്ട്, അന്യായമാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് രൂപ ഈശ്വരനോട് ക്ഷമ ചോദിക്കുന്നു. उसने एक थाली में संपूर्ण सामग्रियां सजाकर बूढ़ी काकी को खाने के लिए दिया. അതുകൊണ്ട് രൂപ എന്ത് ചെയ്തു? ഒരു താലി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്, ഒരു പ്ലേറ്റിൽ എല്ലാ വസ്തുക്കളും ഇട്ടിട്ട് ബൂഢി കാക്കിക്ക് തിന്നുവാൻ വേണ്ടി കൊടുത്തു. ബൂഢി കാക്കി സബ് ഭൂൽക്കർ ഖുശി സേ പരമാനന്ദ് സേ ഖാനെ ലഗി. ബൂഢി കാക്കി അപ്പോൾ എല്ലാം മറന്ന് ആനന്ദത്തോടുകൂടി ഇത് ഭക്ഷിക്കുവാൻ തുടങ്ങി. രൂപ ബൈഠി ഈ സ്വർഗീയ ദൃശ്യ കാ ആനന്ദ് ലേനെ മേ ഡൂബുകി. രൂപ അവിടെ ഇരുന്നു കൊണ്ട് ഈ സ്വർഗീയമായ ദൃശ്യം, അതിൻ്റെ ആനന്ദത്തിൽ മുഴുകുകയാണ്. നിമഗ്ന ഹോഗി, ആനന്ദമേ ഡൂബുകി. അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റോറിയിലുള്ളത്. ഇനി ഈ സ്റ്റോറിയുടെ പ്രത്യേകതയാണ്, ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഇനി പറയുന്നത്. प्रेमचंद की कहानी बूढ़ी काकी वृद्धजनों के प्रति मानवीय करुणा जगाने वाली एक कहानी है. പ്രേംചന്ദിൻ്റെ ഈ കഥ, ബൂഢി കാക്കി എന്ന് പറഞ്ഞ ഈ കഥ, വൃദ്ധജനങ്ങളോട് മാനവീയ കരുണ, മാനുഷികമായ കരുണ ഉണ്ടാക്കുന്നതായ ഒരു സ്റ്റോറിയാണ് ഇത്. पूरी संपत्ति हड़प लेने के बाद उनकी उपेक्षा होती है. സഹോദരൻ്റെ മകൻ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? മുഴുവൻ സമ്പത്തും ഹട്ടപ്പിലേന എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക, സമ്പത്തൊക്കെ തട്ടിയെടുത്തതിന് ശേഷം അവരെ തിരസ്കരിക്കുന്നു. പേട്ട് ഭർ ഖാനെ കെ ലിയെ ഭോജൻ ബി ഉനേ നഹി മിൽത്ത. അവർക്കിപ്പം ഭക്ഷണം പോലും, വയറ് നിറച്ച ഭക്ഷണം പോലും കിട്ടാറില്ല. പിന്നെ എന്താണ് കിട്ടാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൽത്തി ആങ്കൂം സെ ഡാണ്ടിന, കത്തുന്ന കണ്ണുകളോടെ, ദേഷ്യം പിടിച്ച കണ്ണുകളോടെ ശകാരിക്കുക. പിന്നെ എന്തൊക്കെ സഹിക്കേണ്ടി വന്നു? ഹാത്തോം കോ പക്കടുക്കർ ഗസീട്ടിന, അവരുടെ കൈപിടിച്ച് വലിക്കുക. ഭൂക്ക് സഹിന, വിശപ്പ് സഹിക്കുക. തിരസ്കൃത് കർണ, അവരെ ഉപേക്ഷിക്കുക. ഇങ്ങനെയുള്ള പ്രയാസങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. बूढ़ी काकी को पेट भर खाने के लिए भोजन नहीं मिलता. वे रूपा जलती हुई आंखों से डांटती है. बुद्धिराम उन्हें घसीटता है, तिरस्कृत करता है. इस प्रकार अनेक कठिनाइयों को झेलते हुए വൃദ്ധജനോं को दिन बिताना पड़ता है. ഇന്നത്തെ കാലത്തിൽ വൃദ്ധജനങ്ങൾക്ക് ഇങ്ങനെ തിരസ്കരിച്ചുകൊണ്ടും വയറ് നിറച്ച ഭക്ഷണം കിട്ടാതെയും ഇങ്ങനെ പല വിഷമതകളെയും സഹിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടി വരുന്നത്. यहाँ कहानीकार ने सामाजिक सच्चाइयों को मार्मिक ढंग से प्रस्तुत किया है. ഇവിടെ കഹാനിക്കാർ ആയ പ്രേംചന്ദ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന യാഥാർത്ഥ്യങ്ങളെ, സച്ചായി എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളെ മാർമിക ഡങ്ക് മാർമിക എന്ന് പറഞ്ഞാൽ മർമ്മസ്പർശിയായ, ഹൃദയസ്പർശിയായ, ഢങ്ക് എന്ന് പറഞ്ഞാൽ രീതി, ഹൃദയസ്പർശിയായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്.